ഒരു പച്ചയായ ജീവനിൽ നിന്നും ഒരു കണ്ണ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ്. പൈസ എത്ര രൂപ വാങ്ങിക്കോട്ടെ, എന്നാലും അവിടെ അവയവം തിരിച്ച് എടുക്കുക എന്നുള്ള ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ നിങ്ങൾ അവയവം സൂക്ഷിച്ചു കൊടുക്കുക. നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഉള്ളടക്കം എന്താണെന്ന്. അവയവ വിൽപ്പന അല്ലെങ്കിൽ അവയവ കച്ചവടത്തിൻ്റെ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയെ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് 2025 ഒരു സംഭവത്തിൻ്റെ നേർക്കാഴ്ചയാണ്. 15 വർഷമായി ഒരു കുടുംബം നീതിക്ക് വേണ്ടി പോരാടുകയാണ്. ഈ 2025 അവർക്ക് നീതി കിട്ടിയിട്ടില്ല. നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ വലിയ ആശുപത്രിയിലേക്ക് തേടി പോവരുത് എന്നാണ് ആ കുടുംബനാഥന്റെ വാക്കുകൾ. ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്ര സഹിക്കാൻ വയ്യ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിനെ പേര് പറഞ്ഞത്. അവരെ ആക്ഷേപിക്കണം എന്നുള്ള ആഗ്രഹം ഒന്നും ഞങ്ങൾക്കില്ല. അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്താ? ഇതെന്റെ കണ്ണാണ്, കണ്ടോ? അതവരുടെ കണ്ണാണ്. പച്ചയായ ശരീരത്തിൽ നിന്നും അവരുടെ കണ്ണുകൾ, അവരുടെ ഒരു അവയവം എടുത്തു മാറ്റുമ്പോഴുള്ള അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ക്രൂരതയാണ് ആ ഹോസ്പിറ്റലുകാർ ആ അമ്മയോട് ചെയ്തത്. കിംസ് ഹോസ്പിറ്റലിൽ അമ്മയുടെ കണ്ണ് പൂർണ്ണമായിട്ട് കണ്ണില്ല. ഒരു പനിയെ തുടർന്നാണ് ഈ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ നിന്നും അവരൊരു ഇഞ്ചക്ഷൻ നൽകുന്നു. അതിനുശേഷം അമ്മയുടെ കണ്ണിൽ നിന്നും രക്തം ധാരയായിട്ട് പോകുന്നു. തുടർന്ന് ഡോക്ടറെ വീണ്ടും കാണുകയാണ്. അതിനുശേഷം അമ്മയുടെ കണ്ണ് അമ്മയുടെ ബന്ധുക്കളെയോ അമ്മയോടെയോ സമ്മതമോ ചോദിക്കാതെ ആ കണ്ണെടുത്ത് കളയുന്നു. പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്, യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത്. പോയതാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു പനിയും പറയലും. കിംസ് ഹോസ്പിറ്റലിനെതിരെ 15 വർഷമായിട്ട് ഈ ഒരു കുടുംബം പോരാടുകയാണ്. പണത്തിന്റെ ഹുങ്ക് കാരണം ഒരു തരത്തിൽ കണ്ണെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പച്ച നെറ്റിട്ട് അവർ മറച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ എല്ലാം ചേട്ടനോട് അവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇതായി കണ്ണെടുത്തെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. നോക്കൂ, എത്രത്തോളം ഭീകരമാണ് ഈ അവസ്ഥ നോക്കൂ. ഇവരുടെ കണ്ണെടുത്തിട്ട് അവരറിയുന്നില്ല, അതിന് മുകളിലായിട്ട് ഒരു തുണി കൊണ്ട് മറച്ചതായിരുന്നു. പിന്നീടാണ് അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അപ്പോഴേക്ക് ഏറെ വൈകിയിരുന്നു. ഏകദേശം 15 വർഷത്തോളമായി ആ കേസിന് വേണ്ടി, നീതിക്ക് വേണ്ടി അവർ പോരാടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പോയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറയാം. ഒരു കണ്ണായാലും 2 കണ്ണായാലും നമുക്ക് ഒരുപോലെയാണ്. ഒരു കണ്ണ് പോയാൽ നമ്മുടെ ബാലൻസിൻ്റെ പ്രശ്നം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ കണ്ണുകൊണ്ട് നമ്മൾ കാഴ്ചകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്ന് നോക്കൂ. അതിന് സ്ട്രെസ് കൂടുതലായി കൊടുക്കുമ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച പോലും മങ്ങില്ലേ? അപ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ്, ആ കുടുംബം അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കണ്ണെടുത്തത് കിംസ് ആണെന്ന് അവർ രേഖപ്പെടുത്തിയതിന് ഇപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതായത് ഇവർ ഈ ഓപ്പറേഷൻ ചെയ്തത് ഇന്ന ഹോസ്പിറ്റലാണെന്ന് രേഖപ്പെടുത്തിയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടറെ ഇപ്പോൾ മറ്റു ഡോക്ടേഴ്സായാലും ഹോസ്പിറ്റലായാലും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സപ്പോർട്ട് ചെയ്ത ആ ഡോക്ടർക്ക് ഇന്ന് ഇവരെ പോലെ തന്നെ വളരെയധികം ദാരുണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ പണത്തിൻ്റെ ഹുങ്ക് എത്രമാത്രമാണെന്ന് നോക്കൂ. ഇവർ എത്ര കേസ് കൊടുത്തിട്ടും ഇതിനൊന്നും ഒരു ന്യായമോ നീതിയോ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ എന്തോ ചെയ്യുമ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഈ ഒപ്പീനിയന് വേണ്ടി ഇപ്പോൾ കൊടുത്തത് അത് പുറമോട്ട് മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പ്രധാനമന്ത്രി മുതൽ താഴോട്ട് ഞങ്ങൾ ഇനി കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ പ്രധാനമന്ത്രി, ഹെൽത്ത് മിനിസ്റ്റർ, ഹെൽത്ത് ഡയറക്ടർ, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ഹെൽത്ത് മന്ത്രി, ഇവരുടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല. 15 വർഷം മുന്നേ നടന്ന ഈ ഒരു സംഭവത്തിന് അവരിന്നും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരിന്നും നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയൊക്കെ അവർക്ക് എന്താണ്, തടസ്സങ്ങൾ മാത്രമാണ്. പ്രധാനമന്ത്രിക്കും ഇപ്പോൾ നടക്കുന്ന ഹെൽത്തിനും എല്ലാവർക്കും അവർ മനുഷ്യാവകാശത്തിന് വരെ അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ ഈ പൈസയുടെ ഹുങ്ക് കൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അമ്മയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. കൃത്രിമമായിട്ടുള്ള ആ കൃഷ്ണമണി ഉള്ളിൽ വെച്ചിട്ടാണ് ആ അമ്മ പുറത്ത് എവിടേക്കെങ്കിലും പോകുമ്പോൾ നടക്കുന്നത്. എന്തായാലും കൃത്രിമമായ കണ്ണാണ്, അതുകൊണ്ട് തന്നെ മറ്റേ കണ്ണിനാണ് കൂടുതലായിട്ടും സ്ട്രെസ്സ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ കാഴ്ചയും മങ്ങി വരികയാണ് ഇപ്പോൾ. ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.
എനിക്ക് വേറെ ഞാൻ കുഞ്ഞു അതിനപ്പുറം ഒന്നുമില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് എല്ലാം ചികിത്സിച്ച്. ഇനിയും ചികിത്സിക്കാൻ എൻ്റെ പണമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ അടുത്ത കണ്ണ് കാഴ്ച പോവുകയാണ്. അതിന് ചികിത്സിക്കാനായിട്ട് പോകണം. മറ്റേ കണ്ണ് മോൾഡ് ഇനി മാറ്റി വെക്കണം. അതിന്റെ വലിപ്പം കുറഞ്ഞതനുസരിച്ച് കണ്ണ് കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പഴുപ്പും വെള്ളവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണ്ണിൽ കൂടെ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു നിമിഷവും പറ്റത്തില്ല. ആ വീട്ടുകാർ എത്രത്തോളം വേദനയാണ് സഹിക്കുന്നത് നോക്കൂ. അതിൻ്റെ കണ്ണിൽ ഈ കൃത്രിമമായിട്ടുള്ള കണ്ണ് വെച്ച് പോകുമ്പോൾ ആ ഒരു കണ്ണിൽ നിന്നും എന്താ പറയുക പഴുത്തിട്ട് വെള്ളം പോവുകയാണ്. അപ്പോൾ എത്രത്തോളം വേദന ആ അമ്മ സഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളെ അഭയം പ്രാപിക്കുന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ചതിയല്ലേ അവർ ചെയ്യുന്നത്. ആ വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെയോ സമ്മതമില്ലാതെയാണ് ആ കണ്ണെടുത്ത് കളയുന്നത് എന്നുള്ളത് എത്രത്തോളം ഭീകരമായിട്ടുള്ള കാര്യമാണ്. ഈ പലരും ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാനും ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് ആളുകൾക്ക് പേടിയാണ്. കാരണം ആ ഒരു പണക്കൊഴുപ്പിൻ്റെ മേലിൽ ആരും അടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളിൽ പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള കച്ചവടമാക്കുന്ന ഈ ഒരു മെഡിക്കൽ മേഖല പലവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും വേണം. ഒരിക്കൽ കൂടി താങ്ക് യു.